ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അക്യുപഞ്ചർ ആൻഡ് കപ്പിംഗ് തെറാപ്പി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റസാഖ് സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. നമ്മുടെ ബി മാജിക്കിലെ തന്നെ സീനിയർ പേഴ്സണും കൂടെയാണ്. സോ സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബോഡി നോട്ടിഫിക്കേഷൻസ് ആണ്. സോ ഈ നല്ലൊരു സെഷനെ കുറിച്ച് സെഷൻ എടുക്കാൻ വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. ഓക്കെ സർ. മാജിക് മോർണിംഗ് ടു ഓൾ. അവിടെ എല്ലാവരും ഓക്കെ അല്ലേ? മാജിക് മോർണിംഗ് സർ. പരമാവധി ആളുകൾ ക്യാമറ ഒന്ന് ഓൺ ആക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബി മാജിക് 5 വർഷം തികഞ്ഞു. ഈ 5 വർഷമായും ഇതിൽ നിലനിൽക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 5 വർഷം മുമ്പ് കണ്ടവരല്ല എന്ന് മാത്രം അല്ലേ? അവർക്ക് ഒരുപാട് വികസനങ്ങളും ഒരുപാട് മേഖലയിൽ അവർ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ബി മാജിക്കിന് താങ്ക് യു. അതിൽപ്പെട്ടൊരു ഉയർച്ചയാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ അല്ലെ? ആരോടും മിണ്ടാത്ത ആളുകളൊക്കെ ക്ലാസ് എടുക്കാൻ വരിക പറയുമ്പോൾ അതൊരു ഉയർച്ചയാണല്ലോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നോട്ടിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തേ നോട്ടിഫിക്കേഷൻ. എന്ത് നോട്ടിഫിക്കേഷൻ? നിങ്ങൾക്ക് അറിയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് അറിയാവുന്നത്. മൊബൈലിൽ വരും. റീചാർജ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അല്ലേ? അതൊരു നോട്ടിഫിക്കേഷൻ. പിന്നെ വേറെ ഗസറ്റ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും ഒരു നല്ല വാർത്ത നോട്ടിഫിക്കേഷൻ വരല് കുറവാണ് അല്ലേ? OTP നോട്ടിഫിക്കേഷൻ. മനോജറിന്റെ OTP ആണ്. ഒരു നല്ല വാർത്ത, ഒരു സന്തോഷ വാർത്ത നോട്ടിഫിക്കേഷൻ വരാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും? അപ്പൊ നമുക്ക് ബോഡിയുടെ, ശരീരത്തിന്റെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ശരീരം നോട്ടിഫിക്കേഷൻ തരും, നമുക്ക് വാണിംഗ് തരും. ആ വാണിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ റെഡി ആയിക്കോളൂ, ക്യാമറ ഓൺ ആക്കിക്കോളൂ, ഇന്ററാക്ഷൻ ചെയ്യാൻ റെഡി ആയിക്കോളൂ. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. എന്താണ് ശരീരത്തിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്? ആർക്കെങ്കിലും ചാറ്റ് ചെയ്തോളി. വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വയറ് ചോദിക്കും. ഭക്ഷണം വേണം അല്ലേ? ഇവിടെ ദഹിപ്പിക്കാനുള്ള വസ്തുക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റീചാർജ് ചെയ്യണം എന്ന് ആണ് ആ നോട്ടിഫിക്കേഷൻ. വിശക്കുന്നു. അതേപോലെ തന്നെയാണ് ദാഹിക്കുന്നു. വെള്ളം വേണം അല്ലേ? വെള്ളത്തിന് ആവശ്യപ്പെടുകയാണ് ശരീരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ ശരീരം എന്ത് ചെയ്യും? വെള്ളം വേണം എന്ന് ആവശ്യപ്പെടുകയാണ് നമുക്ക് ദാഹം. ഓക്കെ, നമ്മളെ മണിസാറ വീട്ടില് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു, 1 വർഷമായി. മരുമകൾ പറയണേ എനിക്ക് പുളി വേണം. എന്ത് നോട്ടിഫിക്കേഷനാണ് അവിടെ? ആ ശരീരത്തിന് ഒരു ചെറിയൊരു ആവശ്യം വരുന്നുണ്ട്. അവിടെ പുളിയുടെ ആവശ്യം വരുന്നുണ്ട്, ഇരുമ്പ് സത്തിന്റെ ആവശ്യം വരുന്നുണ്ട്. ആ വരുന്നത് കൊണ്ട് ആ ശരീരം ആവശ്യപ്പെടണേ എനിക്ക് പുളി വേണം അല്ലേ? സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. വിശപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ആവശ്യപ്പെടുകയാണ്. ദാഹം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ആവശ്യപ്പെടുകയാണ്. നമുക്ക് എന്തിനാണോ ആഗ്രഹം കൂടുതലുള്ളത് ആ വസ്തു നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള്, ഇപ്പൊ എനിക്ക് കണ്ണിന് രോഗമുണ്ട്. കണ്ണ്
ഒരു മഞ്ഞ നിറമായിട്ടുണ്ട്. എന്തിന്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും അത്? ഒന്ന് ചാറ്റ് ചെയ്തേ, ഒന്ന് കാണട്ടെ. കണ്ണിനൊരു മഞ്ഞ കളറ്, അതൊരു വാണിംഗ് ആണ് എനിക്ക്. എന്ത് നോട്ടിഫിക്കേഷൻ ആണ് നൽകുന്നത്? മഞ്ഞപ്പിത്തം. ആ, മഞ്ഞപ്പിത്തം. പിന്നെ മഞ്ഞപ്പിത്തം പറഞ്ഞാൽ എന്താ? യെല്ലോ ഫീവർ. ആ, അതൊരു രോഗമാണ്. മഞ്ഞപ്പിത്തം പറഞ്ഞ രോഗമാണ്. വേറെ എന്ത് പറയണ്ട. മഞ്ഞപ്പിത്തം പറഞ്ഞാൽ എന്തിനെ ബാധിക്കുന്ന രോഗമാണ്? ലിവറാണ്. ലിവറാണ്. അപ്പൊ ലിവറിന് എന്തോ പഴുപ്പുണ്ട് അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ട് എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്നത് ഇതിലാണ്, കണ്ണിലൂടെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാളെ കണ്ണ് ചുവന്ന് തുടുത്തിട്ടുണ്ട്, എന്തായിരിക്കും? കണ്ണൊക്കെ ചുവപ്പിച്ചു വന്നിട്ടുണ്ട് മണിസാറിന്ന്. എന്ത് സംഗതി? കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട്. അപ്പൊ ലിവറിന് എന്തായിട്ടുണ്ടാവും? ഹീറ്റ് ആയിട്ടുണ്ടാവും, ചൂടായിട്ടുണ്ടാവും. ലിവർ ചൂടായാല് കണ്ണ് ചുവക്കും. എങ്ങനെയും ചൂടാവാം അല്ലേ? ചൂടാക്കിയിട്ട് ചൂടാവാം, ശരീരം ചൂടാക്കിയിട്ട് ചൂടാവാം, നമ്മളതിനെ ചൂടാക്കും ചിലപ്പോ. അങ്ങനെയും ചൂടാവാം. എങ്ങനെ ചൂടായാലും കണ്ണിന് ചുവപ്പ് കയറുണ്ടാവും. അപ്പൊ കണ്ണിന്റെ മഞ്ഞ നിറം പറഞ്ഞാൽ പഴുപ്പും, ചുവന്ന നിറം പറഞ്ഞാൽ ഹീറ്റാണ്, ചൂടുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ശരീരത്തില് ഒരു കയ്യിനോ കാലിനോ അസഹ്യമായ ഒരു വേദന ഉണ്ടെങ്കിൽ, അവിടെ ഒരു വേദനയുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ എന്താ? എൻ്റെ കൈക്ക് ഭയങ്കര വേദന ഉണ്ട്. എന്ത് നോട്ടിഫിക്കേഷൻ? എന്താണ് നമുക്ക് തരുന്ന വാണിങ്? അറിയോ മനസ്സിലെ? വാതരോഗം ഉണ്ട് എന്നാണോ? അവിടെ എന്തോ ഒരു കോശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അടികൊണ്ടായിരിക്കാം, വെടികൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചത് കൊണ്ടായിരിക്കാം. എന്തോ ഒരു കോശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ കുറവ് അല്ലെങ്കിൽ കൂടുതൽ. നീര് കൂടിയത് കൊണ്ടാണ് കൂടുതലും വേദന വരിക. അപ്പൊ വേദന എന്ന് പറഞ്ഞാൽ നല്ലൊരു വാണിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ആ വേദന മാറാൻ അവിടെ എന്തെങ്കിലും ഉപയോഗിക്കും അല്ലേ? എന്തെങ്കിലും ബാമ്പ് തേക്കുക, അല്ലെങ്കിൽ മൂവ് തേക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലേപനം ചെയ്യും. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അപ്പം മരുന്നും കഴിക്കും. പക്ഷെ തരിപ്പ് അതല്ല. ശരീരത്തിൽ തരിപ്പ്, കൈ കാൽ തരിപ്പ്. തരിപ്പ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കൈകാൽ തരിപ്പ് നീർക്കെട്ടുകൊണ്ടല്ല, അത് വേറെ എന്തോ ഒരു വാണിംഗ് ആണ് നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കും മനുഷ്യ ശരീരത്തിൽ തരിപ്പ് വരുന്നത്? ബ്ലോക്ക്, സർക്കുലേഷന്റെ പ്രശ്നമാണ്. രക്തം ഇല്ലാഞ്ഞിട്ട് സർക്കുലേഷൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. രക്തം ഉണ്ടായിട്ട് സർക്കുലേഷൻ ചെയ്യാനുള്ള പ്രയാസം കൊണ്ടായിരിക്കാം. അപ്പോൾ നാഡീഞരമ്പിനാണ് പ്രശ്നം അല്ലേ? രക്തമുണ്ടായിട്ടും സർക്കുലേഷൻ ചെയ്യുന്നില്ലെങ്കിൽ നാഡീഞരമ്പിനാണ് പ്രശ്നം. രക്തം ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ അത് രക്തം കൂട്ടാനുള്ള ഔഷധവും രക്തം കൂട്ടാനുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത്. അപ്പൊ രക്തം ഉണ്ടല്ലോ എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടി വരും. ഒരാൾക്ക് തരിപ്പുണ്ടെങ്കിൽ രക്തം ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. രക്തം ഉണ്ടെങ്കിൽ അയാൾ വിഷയം കുറച്ച് ഗൗരവമാണ്. എന്താണ്? സർക്കുലേഷൻ നടക്കുന്നില്ല. സർക്കുലേഷൻ നടക്കാത്തത് ചിലപ്പോൾ നാഡീഞരമ്പുകൾ കൊണ്ട് കാരണമായേക്കാം, അതല്ലെങ്കിൽ ഹാർട്ടിന്റെ വീക്ക്നെസ് ആയിരിക്കാം, എന്തുമായിരിക്കാം. അപ്പൊ ഇത് എന്തുകൊണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോ തരിപ്പ് കുറച്ചുകൂടിയും ഗൗരവമാണ് അല്ലെ? വേദനക്കാളും കുറച്ചുകൂടി ഗൗരവമാണ് തരിപ്പ്. പക്ഷെ മരവിപ്പുണ്ട്, തൊട്ടാൽ അറിയാത്ത അവസ്ഥ. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ പരിചയത്തില്? തൊട്ടാൽ അറിയാത്ത അവസ്ഥ, അതിനാണ് മരവിപ്പ് പറഞ്ഞത്. മരവിപ്പ് ഭയങ്കര കർശനമായ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ്. തൊട്ടാൽ അറിയാത്ത അവസ്ഥ, സർക്കുലേഷൻ കട്ടായിപ്പോയി. അത് റെഡി ആക്കണമെങ്കിൽ ചെറിയ നല്ല നല്ല ചികിത്സകൾ തന്നെ വേണ്ടി വരും.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സിക്കണേ, നല്ല ചികിത്സ തന്നെ ചെയ്യണം. കാരണം കട്ടായി ഇപ്പോൾ സർക്കുലേഷൻ അവിടെ നിന്നു, അവിടെ നിലച്ചു പോയി. നിലച്ചു പോയാൽ പിന്നെ മരവിപ്പോവും, തൊട്ടാലും അറിയാത്ത അവസ്ഥ ആവും. അവിടെ കോശത്തിന് ജീവനില്ലാത്തൊരവസ്ഥ വരും. ജീവൻ ഉണ്ടെങ്കിലല്ലേ വേദന ആവുള്ളൂ. ഇത്തരം ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്കൊരു വേദന വരാനാണ്. നമ്മൾ വേദന അറിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതല്ലേ അല്ലേ, കൈവേദന കാൽവേദന അറിയുമ്പോൾ നമ്മൾ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ ഇവരാഗ്രഹിക്കുന്നത് അവിടെ ഒരു വേദന വന്നിരുന്നെങ്കിൽ എന്നാണ്. കാരണം വേദന വന്നാൽ അവർ രക്ഷപ്പെട്ടു. അതാണ് ശരീരത്തിന്റെ മറ്റൊരു നോട്ടിഫിക്കേഷനില്. പിന്നെ ഒരാൾക്ക് ഛർദിലുണ്ടായി. എന്തുകൊണ്ട് ഛർദിക്കട്ടോ? ഛർദിക്കാൻ ഒരുപാട് കാരണമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളൊരു ഛർദി വരും. ബസ്സിൽ യാത്ര ചെയ്താൽ ഛർദി വരുന്നവരുണ്ട്. എന്തായാലും ഈ ഛർദിയുടെ ഒരു നോട്ടിഫിക്കേഷൻ എന്താണ്? ഏത് ഛർദിയാണെങ്കിലും ഇപ്പൊ സ്ത്രീകളൊക്കെ ഗർഭാവസ്ഥയിൽ ഛർദിക്കാറുണ്ട് അല്ലേ? ചില ആൾക്കാർ ഗർഭമുള്ള ആളുകളൊക്കെ ഛർദിക്കാറുണ്ട്. ചില ആളുകൾക്ക് ബസ്സിൽ പോയാൽ ഛർദി വരും. എന്തായാലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നാണ്, വാണിംഗ് ഒന്നാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്തുകൊണ്ട് ഛർദിച്ചു? ഗർഭമുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, വേഗം വന്നോളി. മനസ്സ് അസ്വസ്ഥമായിട്ടാണ്. മനസ്സ് അസ്വസ്ഥത ഒന്ന്. പിന്നെ മറ്റേ ഒരു ഗർഭമുള്ള സ്ത്രീകൾ ഒരു ഫോറിൻ ബോഡി സ്വീകരിക്കാനുണ്ടാകുന്ന വിഷമം പുറന്തള്ളുകയാണ്. ഒരു ഫോറിൻ ബോഡിയാണ്. അതായത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്തൊരു വസ്തു ആ ശരീരത്തിലുണ്ട്. ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ഈ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ശരീരത്തിലേക്ക് ചെല്ലുന്ന പോഷകാഹാരമൊക്കെ എന്തോ അവര് വലിച്ചെടുക്കൂലേ? ആ ശരീരത്തിന് ആവശ്യമില്ല. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല, നമുക്കാണ് ആവശ്യം കുട്ടീനെ അല്ലേ? ശരീരത്തിന് ആവശ്യമില്ലല്ലോ. അപ്പൊ ശരീരം എന്ത് ചെയ്യും? അത് പുറന്തള്ളാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അവര് അങ്ങനത്തെ വിഷയമുള്ള ആളുകൾ സ്വീകരിക്കേണ്ട മാർഗം എന്താ പറയുക? ഈ നോട്ടിഫിക്കേഷന്റെ അർത്ഥം വയറിലേക്ക് ഇപ്പൊ തൽക്കാലം ഒരു സാധനം ആവശ്യമില്ല, ഇവിടെ ഒരു ജോലി നടക്കുന്നുണ്ട്. വയറിൽ ഇപ്പൊ തൽക്കാലം ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടേക്കൊന്നും ആവശ്യമില്ല എന്നാണ് ആ നോട്ടിഫിക്കേഷന്റെ അർത്ഥം. വളരെ നല്ലൊരു അറിവാണ്. കാരണം ഇപ്പൊ ഒരു ഗർഭമുള്ള സ്ത്രീ അവരെ ഛർദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഭക്ഷണം നിർത്തി വെക്കുന്നത് നല്ലതാണ്. വേവിച്ച ഭക്ഷണങ്ങൾ പൊതുവെ നിർത്തി വെക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സുകൾ, സലാഡുകളൊക്കെ കഴിക്കാം. അങ്ങനെ കഴിച്ചാൽ ചില ആളുകൾ ഛർദിക്കും. അങ്ങനെയാണെങ്കിൽ അതും കുറച്ച് ഒരു അല്പസമയത്തേക്ക് നിർത്തി വെള്ളം മാത്രം കുടിക്കുന്നതൊക്കെ നന്നാവും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ തൽക്കാലം ഇവിടേക്കൊന്നും ആവശ്യമില്ല എന്നാണ് അതിന്റെ വാണിംഗ്. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ചെറിയൊരാൾ വന്നാണ്, പ്രശ്നമില്ല, ഇപ്പൊ ശരിയാക്കി തരാം. മറ്റൊരു കാര്യം, വയറിളക്കം എന്തായിരിക്കും? പറഞ്ഞോളി. വയറിളക്കം എന്താണ്? അതും പുറന്തള്ളല്ലേ? അതും പുറന്തള്ളണം. വേസ്റ്റ് അമിതമായി പുറന്തള്ളണം. ഇവിടെ ഉള്ളത് കാലി ആയതിനു ശേഷം അടുത്തത് നോക്കാം അല്ലേ? ഓക്കെ. പിന്നെ തുമ്മലോ? തുമ്മല് ഭയങ്കര രസമല്ലേ? പൊടിപടലങ്ങളൊക്കെ വലിച്ചെടുക്കും. ആ വലിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അതവിടെ സ്റ്റോക്ക് ചെയ്യും. ഒരു അവസരം വന്നാൽ നമ്മളത് പുറന്തള്ളും. അത് തണുപ്പായിരിക്കാം, എന്ത് കാരണം, മഴ പെയ്താലും ചിലപ്പോൾ തുമ്മലുണ്ടാകും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പനി വേസ്റ്റാണ്. വേസ്റ്റിനെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ്, നോട്ടിഫിക്കേഷനാണ് പനി. അപ്പൊ പനിക്ക് സാധാരണഗതിയിൽ ഉള്ള ചികിത്സകൾ തന്നെ ധാരാളം മതി. പക്ഷെ വൈറൽ പനിക്കാണെങ്കിൽ ചികിത്സിക്കണം, ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം കേട്ടോ.
എല്ലാ പനിയും പനിയല്ല, എല്ലാ പനിയും സാധാരണ പനിയല്ല. അപ്പോൾ പനികൾ ഏതാണെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യണം. ഇനി ഒരാൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, കഴിയണില്ല, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, നടന്ന ക്ഷീണം, ക്ഷീണമുള്ള ആളുകളുണ്ട്. അതിൽ ക്ഷീണമുള്ള ആളുകൾക്ക് എന്താണ് മരുന്ന് അറിയോ? എന്താ മരുന്ന്? ഒരു നോട്ടിഫിക്കേഷനാണ്. ക്ഷീണമുള്ള ആൾ എന്താ ചെയ്യേണ്ടി? എന്താ ചെയ്യുക ജ്ഞാനം മാം? ക്ഷീണം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ക്ഷീണമുള്ളവർക്ക് നല്ലൊരു മരുന്നാണ് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുക. പിന്നെ ക്ഷീണമുള്ളവർക്ക് കുറച്ച് റെസ്റ്റ് നല്ല എടുക്കുക. ഇളനീര് വെള്ളം കുടിക്കും. ഇളനീര് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. ഇതാണ് ഏറ്റവും നല്ല മരുന്ന്. നമ്മളിപ്പോ ക്ഷീണമുള്ള ഒരാളെ അഡ്മിറ്റ് ആക്കി എന്താ ചെയ്യുക? ഗ്ലൂക്കോസ് കയറ്റും, 2 ദിവസം റെസ്റ്റ് എടുക്കും, അല്ലേ? അതന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ഓക്കെ. പിന്നെ ഒരാൾക്ക് കടച്ചിലുണ്ടെങ്കിലോ, കൈകാൽ കടച്ചിലുണ്ടെങ്കിലോ? കടച്ചിൽ വേദന അല്ല കേട്ടോ, കടച്ചിലുണ്ടെങ്കിൽ എന്താ ചെയ്യാ? സിന്ധു മാമിന് ഭയങ്കര കയ്യും കാലൊക്കെ കടച്ചിലാണ്, വേദന അല്ല, കടച്ചില്. അപ്പോൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാം നമുക്ക്. ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ പാസ്സാക്കാം. ശവാസനം, നൗഫൽ സാർ പറഞ്ഞു ശവാസനം ചെയ്യും. മതിട്ടാ, ശവാസനം മതി. റെസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. ഏത് ആസനം ചെയ്താലും ശരി റെസ്റ്റ് എടുക്കണം, അത്രേ ഉള്ളൂ. ശവാസനം എന്താ? റെസ്റ്റ് അല്ലേ? വിശ്രമാണ്. ധ്യാനം വിശ്രമാണ്, വിശ്രമമാണ്. അതായത് ആവശ്യത്തിലപ്പുറം ജോലി ഇപ്പൊ തന്നെ ഉണ്ട്, ഇനി ജോലി ചെയ്യണ്ട, കുറച്ച് റെസ്റ്റ് എടുത്തോളി എന്നാണ് ആ നോട്ടിഫിക്കേഷന്റെ അർത്ഥം. കടച്ചിലിന്റെ നോട്ടിഫിക്കേഷന്റെ അർത്ഥം എന്താണ്? കുറച്ച് റെസ്റ്റ് എടുത്തോളി, ഇപ്പൊ തന്നെ ഓവർ ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത് മതി. എനിക്ക് ഇവിടെ ആള് വെയിറ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോ നമ്മള് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അത്യാവശ്യത്തിനായാലും ഒരു 10-25,000 റുപ്യന്റെ ക്ലാസ് അയക്കണോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഹലോ, സാറേ, നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല പറഞ്ഞെന്താ? അത് നല്ലതാണ്. ഇരുന്ന് സിപ്പ് ബൈ സിപ്പായി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് നമ്മളെന്തും ഒരു മൈൻഡ്ഫുൾനെസ്സിൽ ചെയ്യാന്നുള്ളതാണല്ലോ, അല്ലേ? അപ്പൊ ഇരുന്ന് വെള്ളം കുടിക്കുകയാണെന്നുള്ള ധാരണയോട് കൂടി സിപ്പ് ബൈ സിപ്പ് മെല്ലെ മെല്ലെ കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ഉണ്ട്. ഓക്കെ, വേറെ ആരാണ്? നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിപ്പോ നമ്മള് രാവിലെ ഇപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കപ്പ് വെള്ളം നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ജോലി ചെയ്യാണ്, അതിന്റെ ഇടയിൽ വന്ന് ഒരു സിപ്പ് അടിക്കും, അവിടുന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ നമ്മൾ സിപ്പ്. ആ സമയത്തൊക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റാറില്ല. പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ഞാൻ ചോദിക്കും. ഞാൻ മുമ്പ് എവിടെ അതോ മാച്ച്മണി കേൾക്കുന്നുണ്ടോ? ഓക്കെ പറഞ്ഞോളൂ സർ. ഞാൻ എവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് കുടിക്കുമ്പോ വയറ്റിലേക്ക് ആയത്തിൽ വന്ന് ഇങ്ങനെ ചാടുക ചെയ്യുന്നത്. അപ്പം അതിന് ചെറിയൊരു ഇതുണ്ട്, ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇരുന്ന് ചെറുതായിട്ട് കുടിക്കുമ്പോ അത് ചെറിയ രീതിയിലേക്ക് ആണ് നമ്മളെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുക അത്. അപ്പൊ അങ്ങനെ ചെറിയ എന്തോ ഒരു ശാരീരികമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് ഈ നിന്ന് കുടിക്കുന്നതിൽ. മുമ്പ് എവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട് അത്. താങ്ക് യു. പിന്നെ സാറെ ക്ലാസ് വളരെ നന്നായിരുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എന്നും വെറൈറ്റി ക്ലാസ്സുകൾ കൊണ്ടുവരുന്ന സാറിന് നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ദെൻ വേറെ ആരാ സംസാരിക്കുന്നേ?
മണി സർ. മാജിക് മോർണിംഗ് സർ, വീണ്ടും ഒരു നല്ല ക്ലാസ് തന്നെ. നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലുള്ള പല വിഷമങ്ങളും അത് പുറത്തേക്ക് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ശരീരത്തിന് എന്താ ആവശ്യമുള്ളത് അത് നമ്മളോട് സംവദിക്കുന്ന രീതിയിൽ ശരീരം കാണിക്കുന്ന ചില പ്രക്രിയകളാണ് ഈ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതിപ്പം ഛർദിലായാലും ശരി, ഏത് അസുഖങ്ങളായാലും ശരി, പനിയായാലും ശരി, നമ്മള് ഒക്കെ എന്തോ ഒരു വിഷമം ഉള്ളിലുണ്ട്, അതിനനുസരിച്ചിട്ട് പെരുമാറണം. ഇപ്പൊ ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കഴിക്കണം, അല്ലെങ്കിൽ ക്ഷീണം വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവും. അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരും, നമുക്ക് മുൻകൂറായിട്ട് ഒരു നോട്ടീസ് തരാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ വീണ്ടും ആരോഗ്യപരമായിട്ട് ശരീരത്തിനെയും അല്ലെ മനസ്സിനെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള. അതിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മരുന്ന് വേണ്ട സ്ഥലത്ത് മരുന്നും റെസ്റ്റ് എടുക്കേണ്ട സ്ഥലത്ത് റെസ്റ്റും എടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കുന്ന, അതായത് ലിവർ ആയാലും ശരി, വയറായാലും ശരി, നാഡീചർമ്മങ്ങളായാലും ശരി, അതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനെങ്ങനെ തടസ്സം വന്നാൽ എന്താ ഒരു ബ്ലോക്കേജ് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ രോഗങ്ങൾ അല്ലെങ്കിൽ ക്ഷീണം എന്നുള്ളത് സാറ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ പുളി വേണം, അയൺ വേണം എന്നുള്ള അതൊരു ശരിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച് സാർ, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു മണി സർ. ഹലോ, ഓക്കെ മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് ഓൾ. പ്രസാദ് സാർ വളരെ നല്ലൊരു സെക്ഷനാണ്. കാലത്ത് നമുക്ക്, അതായത് ഇത് ഡേ ആണല്ലോ, അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന കാര്യങ്ങള് സാറ്, അതായത് നമുക്ക് പെട്ടെന്ന് സാറ് കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കൊരു സൂചന, നമ്മുടെ ശരീരം ഒരു സൂചന തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പൊ ഏതൊരു അസുഖം വരികയാണെങ്കിൽ നമ്മുടെ ശരീരം അതിന് മുൻകൂട്ടിയിട്ട് നമുക്ക് ഒരു സൂചന തരികയാണ് എന്നുള്ളതാണ് സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത്, സാർ ഇപ്പൊ നാഡിഞരമ്പിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ആയുർവേദ ചികിത്സയിലാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് തരുന്നത് കഷായം കുടിക്കുന്നത് നാഡി കഷായമാണ് കഴിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഒരുപാട്, ഇപ്പൊ സാറ് പറഞ്ഞ അതുപോലെ തന്നെ കൈകാൽ വേദന, അതുപോലെ ശരീരത്തിൽ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. എപ്പോഴും ക്ഷീണമൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ പോയി ആയുർവേദ മരുന്ന് നാഡീകഷായം കഴിച്ചതോട് കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രോബ്ലംസും അങ്ങനെ മാറി കിട്ടിയെന്നുള്ളതാണ്. എനർജറ്റിക് ആയിട്ട് ശരീരത്തിന് മൊത്തത്തിലായിട്ട് ഒരു എനർജറ്റിക് ശരീരം, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ നമ്മുടെ പഴയ ഒരു ശരീരം തിരിച്ചു കിട്ടിയ പോലെയാണ് തോന്നുന്നത്. പക്ഷെ അപ്പൊ എല്ലാ നോട്ടിഫിക്കേഷൻ സാറ് പറഞ്ഞ പോലെ എല്ലാവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണം മാത്രമല്ല, വേദന, എപ്പോഴും കിടക്കണം എന്നുള്ള തോന്നല്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിന്. അപ്പൊ ഈ നാഡി കഷായം കഴിക്കുക പറഞ്ഞ ആ നാഡിഞരമ്പിന്റെ അതുകൊണ്ട് ഇതെല്ലാം വരുമോ? അതൊരു സംശയമായിരുന്നു എനിക്ക്. അത് കഴിച്ചോടുകൂടി എനിക്ക് എന്റെ എല്ലാ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് അത് വരുന്നത്, ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും വിശ്രമം പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ഇതിന് മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞാണ് ഈ ഉഴിച്ചിലുള്ള എന്താണ്, വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാഡീഞരമ്പുകൾ എന്ന് പറയുമ്പോൾ രക്തം സഞ്ചരിക്കുന്ന വഴികൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഈ ആയുർവേദ ഉഴിച്ചിൽ കൊണ്ട്, അതല്ലെങ്കിൽ നാഡിയുമായി ബന്ധപ്പെട്ട ചികിത്സകൾ, ഒരുപാട് ചികിത്സകളുണ്ട്. ആയുർവേദ ഉഴിച്ചിൽ മാത്രമല്ല, ഒരുപാട് ചികിത്സകളുണ്ട്. ഇതുകൊണ്ട് അത് റെഡിയാകും. പിന്നെ കുറച്ച് ദിവസം വിശ്രമിക്കുക. ഒരു 7 ദിവസം ഉയ്യുമ്പോൾ 14 ദിവസം ഒരു റെസ്റ്റ് ഉണ്ടാവും. ഇല്ല, 7 ദിവസം ഉയ്യണ ആ 7 ദിവസം ഒരു 7 ദിവസം എക്സ്ട്രീം, അങ്ങനെ 14 ദിവസത്തെ റെസ്റ്റ്. ഈ റെസ്റ്റാണ് കാര്യമായിട്ട് ഇതിൽ ട്രീറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് റെഡിയാവും തീർച്ചയായിട്ടും. ഓക്കെ പ്രീത മാം, താങ്ക് യു. ഞാൻ അതിന്റെ ഇടയിൽ ഒരു 1,500 ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ടാ ഇപ്പൊ നിങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ട് ഫീഡ്ബാക്കിന്റെ അടിയിൽ ഇവിടെ ഒരാൾ വന്ന് കയ്യെ തെറ്റിയതായിരുന്നു. അപ്പൊ അത് നന്നാക്കാനാണ് ഇതിന്റെ ഇടയിൽ ഒഴിവാക്കി പോയത്. ഓക്കെ, നന്നായിരുന്നു. കുറെ പുതിയ പോയിന്റ്സും കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചില ദിവസങ്ങളിൽ രാവിലെ കാലിന്റെ മസിൽ ഇങ്ങനെ ടൈറ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും വുഡ് എലമെന്റ് അത് പിന്നെ ശരിക്ക് ആരോഗ്യം ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാല് നിങ്ങളെ ദഹന വ്യവസ്ഥകൾ മൊത്തം തകരാറായി കിടക്കുകയാണ്. രാത്രി ഫുഡൊക്കെ പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ രാവിലത്തെ കുളി നിർബന്ധമായിട്ടും രാവിലെ കുളിച്ചിരിക്കണം.
രാവിലെ എണീറ്റിരിക്കണം, കുളിക്കണം, മെഡിറ്റേഷൻ ചെയ്യലും നിർബന്ധമാണ്. കാരണം മെഡിറ്റേഷൻ പറയുമ്പോൾ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. ലിവറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്. വേറെ ഇതൊന്നുമില്ല. ശരി. ലിവറിന് സ്ട്രോങ് കുറയാണ്. അപ്പൊ സ്ട്രോങ് കുറയാൻ വേണ്ടി എക്സസൈസ് ചെയ്യുക. ബി മാജിക്കിന്റെ കൂടെ കുറച്ച് ദിവസം നടന്നാൽ മതി. വേറെ ഒന്നുമില്ല, കാര്യമായിട്ട് പറയാനൊന്നുമില്ല. രാവിലെ എണീക്കുക, Sure, sure. കുളിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഇതിന്റെ ചികിത്സ. Right. Thank you so much. ഓക്കെ, ഗുഡ് മോർണിംഗ് പ്രസാദ് സാർ. പറയൂ തീർച്ചയായിട്ടും പല നോട്ടിഫിക്കേഷൻസും കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ നോട്ടിഫിക്കേഷൻ ഇത്രയും കാര്യമായിട്ട് കേൾക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ അതെ. ഇതൊക്കെ ഒരുവിധം നമുക്ക് അറിയാവുന്ന ഹെൽത്ത് ഫീൽഡ് ആയതുകൊണ്ട് അറിയാം, എങ്കിലും കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച കിട്ടി. എന്തൊക്കെ ചെയ്യണം, എന്താണ് ഓരോന്നും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ജീവിതത്തിൽ എന്താണേലും നമുക്ക് നമ്മുടെ ആരോഗ്യം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇവയൊക്കെ നമ്മൾ അറിയുകയും നമുക്ക് ആവശ്യം വന്നാൽ അത് പ്രാവർത്തികമാക്കാനും മനസ്സിലായി. പിന്നെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ PCODക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? PCOD ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണ്. ലൈഫ് സ്റ്റൈൽ നന്നാക്കുക. ലൈഫ് സ്റ്റൈലിന്റെ വിഷയം മാത്രമാണ് PCOD, വേറെ ഒന്നല്ല. ഒരു പേടിയും എടുക്കണ്ട, ധൈര്യമായിട്ട് നിന്നോളി. ലൈഫ് സ്റ്റൈൽ നന്നാക്കിയാൽ മതി. രാവിലെ ഈ പറഞ്ഞതുപോലെ തന്നെ എണീക്കല്, എക്സസൈസ് ചെയ്യല്, നല്ല ഭക്ഷണം കഴിക്കല്, നല്ല വ്യായാമം ചെയ്യല്, ഈ നമ്മൾ പറയുന്ന ഈ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ PCOD ഒരൊറ്റ മാസം കൊണ്ട് സുഖപ്പെടും. ഒരു ചികിത്സേന്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ രസകരമായ സംഭവമാണ് ഈ ആർത്തവതകരാറും അതേപോലെ തന്നെ നട്ടെല്ല് സംബന്ധമായ വിഷയങ്ങളും. ഭയങ്കര രസമുള്ള ചികിത്സയാണ്. കാരണം അവർക്ക് എന്ത് മരുന്ന്, ഇനി ആരാണെങ്കിലും, ഇംഗ്ലീഷ് മരുന്നല്ലാത്ത കഷായാണെങ്കിലും യുനാനി ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും അവരൊക്കെ എന്ത് ചെയ്യും? രാവിലെ എണീക്കാനും എക്സസൈസ് ചെയ്യാനും ഈ കഷായം കുടിക്കുമ്പോൾ കുറച്ച് വെയിലുള്ളണം, അല്ല ഈ കഷായം കുടിക്കുമ്പോൾ കുറച്ച് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ കഷായം കുടിച്ചാലും ഇല്ലെങ്കിലും എക്സസൈസ് ചെയ്താൽ മാറും. കഷായം കുടിച്ചാലും ഇല്ലെങ്കിലും ജീവിതശൈലി റെഡി ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. PCOD സുഖപ്പെടുന്ന രോഗമാണ്, പേടിക്കേണ്ട രോഗമേ അല്ല. ഓക്കെ, ഓക്കെ ഓക്കെ. വേറെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. എനിക്കിത് രാവിലെ എണീറ്റ കാല് നിലത്ത് കുത്താൻ പറ്റില്ല, അത്ര വേദന വരുന്നുണ്ട്. അതെന്തായിരിക്കും? അത് വെയിറ്റ് കൂടിയിട്ടാണോ? ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു വേറെ ഷുഗർ ഒന്നുമില്ല, കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതി തന്നു. ജോലി ചെയ്താല് ആ പ്രശ്നം ഒഴിവാകുന്നുണ്ട് അല്ലേ? രാവിലെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും ചെറിയ വേദന നടക്കുമ്പോ. പക്ഷെ രാവിലെ കാലിന്റെ അടിയിൽ നിലത്ത് വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിരുന്നോ? അലോപ്പതി മരുന്നുകൾ കൂടുതലായിട്ട്? എനിക്ക് അങ്ങനെ ഒരു അസുഖമൊന്നും വന്നിട്ടില്ല ഇതുവരെ. പ്രത്യേകിച്ച് തലവേദന വല്ലപ്പോഴും വരും. അപ്പൊ നീര് വരികയാണ് സംശയം. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് കാലിൽ നീര് വരുന്ന കാരണത്താണ്. ആ നീര് ജോലി ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നീര് പോയി ബ്ലഡ് അടുക്ക് സർക്കുലേഷൻ ചെയ്യുമ്പോഴാണ് ഈ വേദന മാറുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറവാകും, പകരം എന്ത് ചെയ്യും? അവിടേക്ക് നീര് വരും. ആ നീര് രാവിലെ എണീക്കുന്ന സമയത്ത് ഈ നീര് വന്ന സമയത്തായിരിക്കും നിങ്ങൾ എണീക്കുക. അപ്പൊ എണീക്കുക, വർക്ക് ചെയ്ത് എന്ത് ചെയ്യണം? ആ ബ്ലഡ് ഉണ്ട് സർക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വേദന മാറുന്നുണ്ട്. അപ്പൊ നീരാണ് അവിടെ ഉള്ളത്. ആ നീരിനെ ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. നീര് ഒഴിവാക്കാൻ സാധാരണഗതിയിൽ നമ്മൾ മുത്തശ്ശി വൈദ്യത്തിലൊക്കെ ബാർലി കുടിക്കരുത്. ബാർലി വീട്ടിലുണ്ട്, ബാർലി ഉണ്ട്. നീര് ഒഴിവാകും. നീര് ഒഴിവായാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല വായു. അപ്പൊ ആരോഗ്യം ഉണ്ടാവും. എളുപ്പപ്പണി അറിഞ്ഞാണ് കേട്ടോ. ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. വേറെ വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യാനുണ്ടോ? പുതിയ ആളുകൾ ഒരുപാടുണ്ടല്ലോ. പുതിയ ആളുകൾ. മനോജ് സംസാരിക്കുക. മനോജ്, ക്ലാസ് നല്ലതോ ചീത്തയെന്നല്ല, നിങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ് വിഷയം. മനോജ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. എനിക്കുള്ള ചില അവസ്ഥകളെ പറ്റി ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു സാറ് പറഞ്ഞപ്പോൾ. മരവിപ്പ് എന്നുള്ളത് എനിക്ക് കുറെ നാളായി തോന്നാറുണ്ട്. ഞാനിങ്ങനെ റിലേറ്റ് ചെയ്യായിരുന്നു സാറ് പറഞ്ഞ കാര്യങ്ങളാണ്.
അതെന്താ സാറ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ കാണുന്ന മരവിപ്പിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മാറാനുള്ള ഒരു വൈദ്യ ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് മാറാന് നിങ്ങളെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഇലക്ട്രോ അക്യുപഞ്ചർ ചെയ്യുന്ന ആളുകൾ ഉണ്ടോന്ന് അന്വേഷിക്കുക. അക്യുപഞ്ചർ അല്ല, ഇലക്ട്രോ അക്യുപഞ്ചർ. അതുണ്ട്, പെട്ടെന്ന് റെഡിയാവും. അതൊരു മെഷീൻ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു മെഷീനിൽ ഇങ്ങനെ ഒരു 2 നീഡലൊക്കെ ചെയ്ത് കറണ്ട് പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ അടുത്തുണ്ട്. അപ്പൊ അതേപോലെയുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ഇലക്ട്രോ അക്യുപഞ്ചർ ഒരു 4-5 പ്രാവശ്യം ചെയ്താൽ തന്നെ മരവിപ്പ് പോകും. എൻ്റെ ഉപ്പപ്പണിയാണ്. മറ്റേ പിന്നെ കുറെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഏതെങ്കിലും വൈദ്യന്മാരെ കണ്ട് ചികിത്സിക്കേണ്ടി വരും. അതൊരു 1 മാസം 2 മാസമൊക്കെ പിടിക്കും എന്തായാലും. ഇത് പെട്ടെന്ന് റെഡിയാവും. ഒരു 5-6 ട്രീറ്റ്മെന്റ് കൊണ്ട് റെഡിയാവും കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അറിവ് വെച്ച് പറഞ്ഞ കേട്ടോ. ബാക്കിയുള്ള അറിവുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക. ഓക്കെ, വേറെ ഓക്കെ, മനോജ് സർ ക്ലിയർ ആണല്ലോ? സുബ്രഹ്മണ്യൻ സർ പറഞ്ഞോളൂ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറെ കാലമായിട്ട് കുറെ കാലമല്ലോ കണ്ടിട്ട്. കുറെ കാലമായിട്ട് മുട്ടുവേദന ഉണ്ട്. അപ്പം ഞാൻ ഈ കർക്കിടകമാകുമ്പം പിന്നെ ഒഴിച്ചിലൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ പുരട്ടും. ഞാൻ അക്യുപഞ്ചറും കുറച്ചു കാലം ചെയ്തിരുന്നു. ഇവിടെ ചേവായൂർ ഒരു സാറെടുത്ത് പോയിട്ട് ഒരു 30 ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും 1 മാസം. പക്ഷെ അതില് പിന്നെ തേയ്മാനാണ് സംഭവം. അപ്പം അലോപ്പതിയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സർജറിക്കുള്ള സമയം ആയിട്ടില്ല. പക്ഷെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ ഓക്കെ. സംഭവം എന്താ പറയുക, നിങ്ങൾക്ക് തേയ്മാനം പറഞ്ഞാൽ ശരിയാണ് ഒരു കണക്കിന്. അതായത് നമ്മളെ ഗ്രീസ് ഉണ്ടല്ലോ, കൊഴുപ്പ്, അതിന്റെ കുറവാണ് ശരിക്ക്. കൊഴുപ്പ് പറയുമ്പോൾ കൊളസ്ട്രോൾ അല്ല, ഫ്ലൂയിഡ് അറിയും. ഫ്ലൂയിഡ് എന്നാണ് ശരിക്കും ഇതിന്റെ പേര്. ആ കാലിന്റെ മുട്ടില് അല്ലെങ്കിൽ കൈയിന്റെ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ദ്രാവകം. ആ ദ്രാവകത്തിന്റെ കുറവാണ്. അത് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ പാലിക്കുകയാണെങ്കിൽ ദ്രാവകം വരും. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുന്നുണ്ടോ നോക്കണം. ഉദാഹരണത്തിന് ചെറിയ മീനുകൾ, മത്തി, അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുമ്പോൾ കൂടുന്നുണ്ടെങ്കിൽ കാൽസ്യം കൂടിയും കൂടുതലുണ്ടാവും. ഞാൻ വെജിറ്റേറിയനാണ്. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ കാൽസ്യം കൂടുന്ന പ്രശ്നമില്ല. അപ്പൊ കാൽസ്യം കൂടുതലല്ല, ഇതിന്റെ പ്രശ്നമാണ് കേട്ടോ. ഇതിന്റെ കൊഴുപ്പിന്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലൂയിഡിന്റെ കുറവാണ്. ആ ഫ്ലൂയിഡ് ഉണ്ടാക്കണ ജീവിതശൈലി കുറച്ച് പാലിക്കുക. എക്സസൈസ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുക, വലിയ കൂടുതൽ ചെയ്യരുത്, ചെറുതായിട്ട്. ഫ്ലൂയിഡ് എങ്ങനെയാ അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ ഇമ്പ്രൂവ് ആവുക? പ്രൊഡക്ഷൻ നമ്മൾ ജീവിതശൈലിയിലൂടെ കൊണ്ടുവരാം. നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല വായു, അതൊക്കെ ഉറപ്പ് വരുത്തുക. ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുക, വെയിൽ കൊള്ളുക, ഇതിലൂടെ കൊണ്ടുവരാം. ഓക്കെ. പിന്നെ അതിന് മരുന്നുകളൊക്കെ ഉണ്ട്. മരുന്ന് നമുക്ക് ഇങ്ങനെ പൊതു ഇതിൽ പറയാൻ കഴിയില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ധ്യാനമ്മേമിന് പറഞ്ഞോ? ഫീഡ്ബാക്ക് പറയും. ഫീഡ്ബാക്ക് ചോദിച്ചു വന്ന്. ഇതേപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഷൈനി പറഞ്ഞോ? ഷൈനി ചോണു മറ്റേ ഇതിന് പോയോ? ഹലോ, ശനി പറഞ്ഞോളൂ. ശനി പറഞ്ഞോളൂ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു സാറേ. ഞാൻ അക്യുപഞ്ചറിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്. നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. എനിക്ക് കാലും വേദന വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് ഒരു 4-5 സിറ്റിംഗ് എടുത്തിട്ടുണ്ട്. അപ്പോഴെനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്. പിന്നീട് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് പോകാത്തത്. പിന്നീട് എനിക്ക് വേറെ ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാക്കാനും പറ്റി. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റിലേക്ക് ശ്രദ്ധിക്കണം. ഞാനതൊക്കെ കുറച്ച് കുറവാണ്. ഇത്തരം കാര്യങ്ങള് ഇങ്ങനെ ഓടുമ്പോ ഒത്തിരി അങ്ങനെ അങ്ങ്
ഒരു ശ്രദ്ധയില്ലാണ്ട് അങ്ങ് പോകും. അങ്ങ് തീരെ അങ്ങ് ബുദ്ധിമുട്ടുമ്പോഴത്തേക്കാണ് പിന്നെ അങ്ങനെ നോക്കുന്നതൊക്കെ. എനിക്ക് പിന്നെ കഞ്ചാവ് ഏറ്റ ആരെയും പോകണുണ്ട് അതിന്റെ പിന്നാലെ ഓടണം. പിന്നെ എനിക്ക് കാലുമുട്ടുവേദന പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലേ, കാലുമുട്ടുവേദനയാണെന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല. കഞ്ചാവിന്റെ പിന്നാലെ ഓടിയേ മതിയാവൂ. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ സാറേ. ഇതുപോലുള്ള അതെ. വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും നല്ല രീതിയിൽ അക്യുപഞ്ചർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് സുഖപ്പെട്ട പിന്നെ വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 5 എലമെന്റ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആകുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചത് തന്നെയാണ് 5 എലമെന്റ് ഇല്ല, പഞ്ചഭൂതം നമ്മളൊക്കെ പഠിച്ചതാണ്. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ഈ സാധനം നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ആരോഗ്യമുണ്ട് എന്നർത്ഥം. അതിനാണ് ഇപ്പൊ നമ്മൾ ഈ ബി മാജിക്കിലൊക്കെ കൊടുക്കണ ഈ രാവിലത്തെ മെഡിറ്റേഷൻ, എക്സസൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യന് ആരോഗ്യവും ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആരോഗ്യവും ഉണ്ടായാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ബി മാജിക് കഴിഞ്ഞ 5 വർഷമായി ഒരുപാട് ആളുകളെ ജീവിതത്തിന്റെ ആരോഗ്യ മേഖലയിലേക്കും അതുപോലുള്ള മറ്റ് ബിസിനസ് മേഖലയിലേക്കും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മളൊക്കെ അതിന്റെ പങ്കാളികളുമാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ ഈ മരുന്നില്ലാണ്ട് അസുഖം മാറുക എന്നുള്ളത് അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാര്യം ഞാൻ ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നീഡിൽ വെച്ചൊക്കെ ഒരു അസുഖം മാറുമോ എന്നുള്ള ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു. ഞാനൊരു പരീക്ഷണാർത്ഥം പോയതായിരുന്നു. പക്ഷെ എനിക്കത് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അവിടെ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടിസം കുട്ടികളെ, അങ്ങനെ ഈ സുഖപ്പെടുത്താൻ കഴിയാത്ത അസുഖമുള്ള കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും റിസൾട്ട് എനിക്ക് ഉണ്ടായതുപോലെ അവർക്കും ഉണ്ടായത് കൊണ്ടാവാം അങ്ങനെ വന്നിരിക്കുന്നു പിന്നീട് മനസ്സിലായി. നമ്മളെ അടുത്തുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഓട്ടിസം ബാധിച്ചത്. അതേപോലെ തന്നെ സ്ട്രോക്ക് വന്ന ഒരാളുണ്ട്. സ്ട്രോക്ക് വന്ന് എല്ലാവരും ഒഴിവാക്കിയതാണ്. ഇനി ഒരിക്കലും അയാള് ശരിക്കും നടക്കൂല എന്ന് പറഞ്ഞ ആളായിരുന്നു. ഇപ്പൊ നടക്കുന്നുണ്ട് വടിയില്ലാതൊക്കെ. അതായത് മറ്റൊരു ഉപകരണത്തിന്റെ സഹായം ഇല്ലാതെ അയാൾക്ക് നടക്കും. പക്ഷെ നമ്മൾ നടക്കും പോലെ നടക്കൂല അത്ര. നമ്മൾ നടക്കും പോലെ എപ്പോഴും നടന്നിട്ടില്ല. എന്തായാലും വരും, നടന്നോളും എന്ന് പ്രതീക്ഷിക്കാം. നമ്മളെ അടുത്തല്ലല്ലോ, എല്ലാ കാര്യവും നമ്മളെ അടുത്തല്ലല്ലോ, നമ്മൾ ചെയ്യുന്നവർ മാത്രമാണ്. റിസൾട്ട് മറ്റൊരാളെ അടുത്തല്ലേ. അപ്പൊ വരും എന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒരു ടെക്നിക്ക്, നീഡൽ ടെക്നിക്കാണ്. അത് തിരിയുന്ന ഒരാൾ ചെയ്താൽ പെട്ടെന്ന് റെഡിയാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദിവ്യ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവ്യ പറയും. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റി. പിന്നെ ഈ തൈറോയിഡിനും എന്താ പറയാ, ഈ അക്യുപഞ്ചർ ഹെൽപ്ഫുൾ ആണോ? അതിലൂടെ മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നിങ്ങൾ ആ അക്യുപഞ്ചർ എല്ലാ ചികിത്സയും ചെയ്യുന്നതിന് മുമ്പ് തൈറോയ്ഡ് പറഞ്ഞ സാധനത്തിന് പഠിക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും നല്ലതാണ്. തൈറോയ്ഡ് പറഞ്ഞാൽ എന്താണ്? തൈറോയ്ഡ് പറഞ്ഞാൽ എന്ത് സാധനം എന്ന് പഠിക്കുക. അത് പെട്ടെന്ന് പഠിക്കാൻ നല്ലതാണ്. ഏറ്റവും നല്ലത് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യും. കഴുത്തിന് ചെയ്യുന്ന എക്സസൈസ് തൈറോയിഡിന് നല്ല എഫക്റ്റ് ആണ്. കഴുത്തിന് ചെയ്യുന്ന എക്സസൈസ് അറിയോ? അങ്ങനെ ബ്രീത്ത് ചെയ്യാം, മുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ എക്സസൈസ് ഇല്ലേ? ആ എക്സസൈസ് കഴുത്തിന് ചെയ്ത് ബ്രീത്ത് ചെയ്യണം. ബ്രീത്ത് ചെയ്തിട്ട് മുകളിലേക്ക്. അത് മതി. സംഭവം ക്ലിയർ ആയിട്ട് കേട്ടോളി. ബ്രീത്ത് ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, മുകളിലേക്ക് ആക്കുക, ശ്വാസം വിടുക, നേരെ കൊണ്ടുവരിക, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, താഴേക്ക് ആക്കുക, ശ്വാസം വിടുക, നേർക്ക് ആക്കുക. ഇങ്ങനെ അങ്ങോട്ട് വലത്തോട്ട് ഇടത്തോട്ട് ഇങ്ങനെ 4 ഭാഗത്തേക്ക് ആക്കുക. റൊട്ടേഷൻ ചെയ്യുക, തിരിച്ചിങ്ങോട്ടും റൊട്ടേഷൻ. ഈ കഴുത്ത് കൊണ്ടുള്ള എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് മാറും. വേറെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. ഇനിയിപ്പൊ അതിന് പൈസ കളയേണ്ട വെച്ചിട്ടാണ്. ഇപ്പൊ ഇന്റെ അടുത്തേക്ക് ആയാലും നിങ്ങൾ വരൂലല്ലോ. അപ്പൊ ഉള്ളൂ ഇല്ലാതായിക്കോട്ടെ എന്നുള്ള കാര്യം ഇല്ല. ചെയ്യുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും കിട്ടില്ല പിന്നെ മറ്റൊന്നും കിട്ടുന്നില്ല. ലെവലായിട്ട് പോകുന്നുണ്ട്. അത് മതി. ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറാവുന്ന രോഗമുള്ളൂ. പേടിക്കേണ്ട കേസൊന്നുമില്ല. തൈറോയ്ഡ് മാറാത്ത രോഗമൊന്നുമല്ല. അങ്ങനെ വെയിറ്റ് ലോസ് ആദ്യം ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, കൺട്രോൾ ആയിട്ട് പോകുന്നുണ്ട്.
പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ ഫുഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം തോന്നുന്നുണ്ട് അല്ലെ ഇതില്. തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഏറ്റവും പ്രധാന ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ രാവിലെ എണീക്കല്, കുളിക്കല്, മെഡിറ്റേഷൻ ചെയ്യല്, എക്സസൈസ് ചെയ്യല്, വെയിൽ കൊള്ളല്, വെയിൽ കൊണ്ട് നടക്കല്, അങ്ങനെയൊക്കെ ഇത് നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അത് കുറച്ചൊക്കെ ബി മാജിക്കൽ ഉണ്ട്, കുറച്ച് അതിൽ ഉൾപ്പെടുത്താനുമുണ്ട്. ഓക്കെ, എന്നാലും നമുക്കറിയാം കുറച്ചുകൂടി ഗൗരവമായിട്ട് ആരോഗ്യം നോക്കണം, ഗൗരവമായിട്ട് എൻ്റെ ആരോഗ്യം നോക്കണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ശരിക്കൊന്ന് പഠിച്ചാൽ മതി. ആദ്യം 5 എലമെന്റ് എന്താന്ന് പഠിക്കുക, പഞ്ചഭൂതം എന്താന്ന് പഠിക്കുക, അതുമായി നമ്മളെ ബന്ധം ഒന്ന് സ്ഥാപിച്ചെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ അക്യുപഞ്ചറിൽ അതാണ് കൊടുക്കുന്നത്. ഞാൻ യുനാനി ചികിത്സ പഠിച്ചിട്ടുണ്ട്, കളരിമർമ്മ ചികിത്സ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് അക്യുപഞ്ചറാണ്. ഇപ്പൊ ഇവിടെ വന്നത് കൈ തെറ്റി, അതായത് തോള് തെറ്റി തൂങ്ങിയ ഒരാളാണ്. അവർക്ക് പിന്നെ അക്യുപഞ്ചർ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? കൈ തൂങ്ങി, അടിക്ക് തൂങ്ങി, ആ തൂങ്ങിയ ആളാണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഫീഡ്ബാക്കിന്റെ മുമ്പ് ആ സാധനം റെഡിയാക്കി വിട്ടു, പൈസയും മേടിച്ച് പോകുന്നതാണ് ഇപ്പൊ നിങ്ങളെ അടുത്ത് ബാക്കിയുള്ളത് കേൾക്കാൻ. അത്ര സിമ്പിളാണ് സംഭവം. 2 മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ളൂ അറിയണവർക്ക്, അല്ലേ? അറിയണം മാത്രം. അറിയണം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ടൈമായി, താങ്ക് യു. ടൈം കറക്റ്റ് ആക്കിയാണ് കേട്ടോ. റസാഖ് സർ, താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇനി അതിലൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു റസാഖ് സർ, താങ്ക് യു ഓൾ. Thank you, sir. Have a nice day.